നയനി രാവിലെ എഴുന്നേറ്റ് കുളിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നയനയോട് ഇതുവരെ കുളിച്ച് കഴിയാറായില്ലേന്ന് ചോദിക്കുമ്പോൾ ആദർശ് ഏട്ടാ അതാ ഒരു മിനിറ്റ് ഡ്രസ്സ് മാറുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും കാലിൽ വെള്ളമായതുകൊണ്ട് തന്നെ അവിടുന്ന് ചവിട്ടി തെന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെയാ നയന നേരെ പോയി വീഴുന്നത് ആദർശിന്റെ മുകളിലേക്കാണ്. അങ്ങനെ ആദർശിന്റെ മുകളിലേക്ക് പോകുമ്പം ആദർശ് സ്ലിപ്പായി തറയിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ തറയിലേക്ക് രണ്ടുപേരും വീഴാണ്. അങ്ങനെ നയനയുടെ നെറ്റിയിലുണ്ടായിരുന്ന ഒരു പൊട്ട് ആദർശിന്റെ കവളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും സംശയം കാണും കുളിച്ചിറങ്ങി വന്ന ആളുടെ നെറ്റിയിൽ എങ്ങനെയാണ് പൊട്ട് എന്നുള്ള കാര്യം. നയന കുളിക്കാൻ പോകുന്ന സമയത്ത് നെറ്റിയിലുണ്ടായിരുന്ന പൊട്ട് കണ്ണാടിയിൽ അവിടെ കുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം നെറ്റിയിൽ പൊട്ട് എടുത്ത് വെച്ചുകൊണ്ടാണ് അവിടെ വരുന്നത്. തമിഴിൽ കൃത്യമായിട്ടത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പൊട്ട് എങ്ങനെയോ ആദർശിന്റെ കവളിൽ തൊട്ട് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന സോറി ആദർശിട്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങ് പോകുന്നുണ്ട്. ആദർശാണെങ്കിലോ രാവിലെ തന്നെ എന്റെ നടു പൊടിച്ചു, നിനക്ക് സൂക്ഷ്യം കണ്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ, അവിടെ തെന്നുന്നുണ്ടോ നിനക്ക് അറിയാലോ, ബാക്കിയുള്ളവരെ കൊണ്ട് വീഴിക്കാൻ ഷോ എന്ന് പറഞ്ഞിട്ട് നടുവ് ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് എഴുന്നേക്കുന്നുണ്ട്. നയനയാണെങ്കിലോ തിരുമ്മി തരണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട നീ ഒന്ന് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ആദർശ് നേരെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആദർശം പോയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങി വരികയാണ്. നയന ഈ സമയത്ത് തന്നെ കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ പോയതിനു ശേഷം ജാനകി വരുന്നുണ്ട്. അല്ല മോളുടെ പൊട്ടെന്തേന്ന് ചോദിക്കുമ്പോൾ നയന ഞാൻ പൊട്ട് വെച്ചതാണല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് എന്നാ മോള് പൂജാമുറിയിൽ പോയിട്ട് പൊട്ടും വെക്ക്, അതുപോലെ തന്നെ സിന്ദൂരം എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. എന്താ എല്ലാ കാര്യത്തിലും മറവിയാണോ ചോദിക്കുമ്പോൾ ഇല്ല ചെറിയമ്മയെന്ന് പറഞ്ഞിട്ട് പോയിട്ട് സിന്ദൂരം വെക്കുന്നുണ്ട്. അങ്ങനെ വേറെ പൊട്ടും എടുത്ത് വെച്ചിട്ട് നയന നേരെ അടുക്കളയിലേക്ക് വരികയാണ്. അങ്ങനെ പാചകമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കൊണ്ട് ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് അല്ല ആദർശ് മോൻ എഴുന്നേറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരുന്നു, അതിനുശേഷം ഞാൻ കുളിച്ചത് ഇപ്പൊ ടോയ്ലറ്റിൽ പോയിരിക്കാം, ഇപ്പൊ വരും, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നയന ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആദർശ് ഇറങ്ങി വരുമ്പോഴേക്കും ഇത് കണ്ടിട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നയന ആദർശിനെ വരുന്നത് കണ്ടില്ല. നയനയാണെങ്കിൽ തിരക്കിട്ട പാചകത്തിലാണ് കേട്ടോ. അങ്ങനെ നയന ഈ ഒരു ദോശയും സാമ്പാറും അങ്ങനെയുള്ള എല്ലാ കറികളും ഒക്കെ ആയിട്ട് ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ടേബിളിന് ചുറ്റും വന്നിരിക്കുകയാണ്. ആദർശ് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നാട്ടെ എനിക്ക് ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം, പെട്ടെന്ന് വിളമ്പെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ആദർശം നോക്കി ചിരിക്കുകയാണ്. എന്നാൽ ദേവയാനി ആണെങ്കിലോ ആദർശനെ ഇങ്ങനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നവിക്കാണെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ മുഖം വെച്ച് നിൽക്കുന്നുണ്ട്. അബിയാണെങ്കിലും അങ്ങനെ തന്നെ, ജലജയും അങ്ങനെ തന്നെ. ബാക്കി വീട്ടിലുള്ള എല്ലാവരും ആദർശനെ കളിയാക്കുകയാണ്. അപ്പൊ നയനയ്ക്ക് വന്നിട്ട് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും ചിരിക്കുന്നതൊക്കെ ജാനകിയോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഇപ്പോഴല്ലേ നീ താമസിച്ചിരുന്നിട്ട് വന്നതിന്റെ കാര്യം മനസ്സിലായെന്ന് ജാനകി ചോദിക്കുകയാണ്. താമസിച്ചോ? ഇല്ല ചെറിയമ്മേ, ഞാൻ എല്ലാ ദിവസവും പോലെ തന്നെ നേരത്തെ എഴുന്നേറ്റതാ, പക്ഷെ ഇന്ന് ആദർശേട്ടൻ ആദ്യം കുളിച്ചത്, അതുകൊണ്ടാ സമയം ഇച്ചിരി ലേറ്റായി പോയത് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായെന്ന് അവർ പറയുന്നതെന്ന് ചോദിച്ചിട്ട് നയന ആദർശിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് മുമ്പേ ആ നയനയുടെ കാണാതെ പോയപ്പോട്ട് ആദർശിന്റെ കവളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ആദർശ് കണ്ണാടിയിൽ നോക്കിയിട്ട് പോലും ആദർശിനൊന്നും മനസ്സിലായില്ല കേട്ടോ. കവളത്ത് ആ പൊട്ടിരിക്കുന്ന കാര്യം ആദർശ് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നയനയാണല്ലോ ആദർശിന്റെ കവളിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ നയനയുടെ കവള തൊട്ടിട്ട് ആദർശിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആദർശിന് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്താ നിന്നെ കണ്ണുകൊണ്ട് ചോദിക്കുമ്പോഴേക്കും കവളത്ത് ഇങ്ങനെ തൊട്ട് കാണിക്കുന്നു. എന്താ നിന്റെ കവളത്ത് എന്ന് ഇങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനി വന്നിട്ട് ആദർശിന്റെ കവളിൽ നിന്നും ആ പൊട്ട് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഇതാ നയനേച്ചി തൊട്ട് കാണിച്ചത് പൊട്ട് എന്ന്. മനസ്സിലായി മനസ്സിലായി, കൊച്ചു കള്ളൻ റൊമാൻസിലാണല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അനിയും കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒന്നും മിണ്ടാതിരിയടാ, അവരെ കളിയാക്കാതെ ജാനകി പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. മുത്തശ്ശിയും പരസ്പരം ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ആദർശം ചിരിയും വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ദേവയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ആദർശം ഇങ്ങനെ ഇളിബിയായിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പെട്ടെന്ന് നയനയാണെങ്കിലോ നാണം വന്നിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈശ്വര, ഇവൾ ഈ സമയത്ത് എന്തിനാ നാണം കൊണ്ട് ഇങ്ങനെ ഓടുന്നത്, കാണുന്നവര് അങ്ങനെ ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് ആദർശം ഇങ്ങനെ കഴിച്ചില്ലെന്ന് വരുത്താണ്. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് വേണ്ട വേണ്ട, ചമ്മി നാറിയെങ്കിലും ആഹാരം കഴിക്കാതൊന്നും പോകണ്ട, മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ആദർശിനെ കൊണ്ട് മൊത്തം കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ആഹാരം കഴിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നയന ആദർശിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വാതിക്കലേക്ക് വരുമ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ് കണ്ടില്ലേ എല്ലാവരും മുമ്പിൽ നാണം കേട്ടു, നിനക്കെങ്കിലും എന്റെ മുഖത്ത് നോക്കിയിട്ടൊന്നും പറയത്തില്ലായിരുന്നു ചോദിക്കുമ്പോൾ നയന പറയാണ് അതിന് ഞാൻ കണ്ടോ, ഇപ്പം അവർ കാണിച്ചപ്പോഴല്ലേ ഞാൻ പോലും കാണുന്നെന്ന് പറയുന്നുണ്ട്. അല്ല ആദർശിനെ കണ്ണാടി നോക്കിയിട്ടില്ലേ മുടിയൊക്കെ ചീവി ചെയ്ത്, അപ്പോഴും കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, എപ്പോഴും നീ കണ്ണാടിയിലും അവളുടെ ഒക്കെ പൊട്ടുകൊണ്ട് വെക്കുന്നതല്ലേ, അപ്പൊ കണ്ണാടിയിൽ ഇരുന്നപ്പം അത് കണ്ണാടിയിൽ ഇരിക്കുന്നതാണെന്ന് ഞാൻ കരുതിയത്, എന്റെ കവളത്താണെന്ന് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്.
എന്തായാലും എല്ലാവരും മുകളിൽ നാണം കിട്ടു എന്നും പറഞ്ഞിട്ട് ആദർശ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, അല്ലേലും ഇതൊക്കെ ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിൽ ഉള്ളതാ, നിങ്ങൾക്കല്ലേ അതൊന്നും ഇല്ലാത്തത്, നിങ്ങളുടെ അമ്മ പേടിച്ചിട്ടല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, അതെ എനിക്ക് പേടി തന്നെയാ, അതുകൊണ്ട് ഒരു കുറ്റമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, കുറ്റമുണ്ട്, അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, നീ എങ്കിലും ഇവിടെ നിന്ന് ആ കുറ്റമൊക്കെ എഴുതി വെക്കാന്നും പറഞ്ഞിട്ട് ആദർശ് നേരെ ഓഫീസിലേക്ക് പോവാണ്. നയന വീണ്ടും വന്നിട്ട് അടുക്കളയിലേക്ക് പാചകം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജാനകി വന്നിട്ട് പറയാണ്, ഇപ്പൊ മനസ്സിലായി നിനക്ക് 2-3 ദിവസമായിട്ട് എന്തായി താമസിച്ച് എഴുന്നേറ്റ് വരുന്നുള്ള കാര്യം, പൊട്ടോ അവിടെ ഇരുന്നപ്പോഴല്ലേ മനസ്സിലായത് എന്നൊക്കെ പറയാണ്. എന്റെ ചെറിയമേ, സത്യമായിട്ട് ഇതൊന്നും അല്ല സംഭവം. ഞാൻ ബാത്റൂമിൽ കയറി കുളിച്ചിട്ട് ഇറങ്ങിയപ്പം ആദർശന്റെ അവിടെ ബാത്റൂമിൽ പോകാനായിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി വന്ന വഴിക്ക് എന്റെ കാലിന് സ്ലിപ്പായി ആദർശന്റെ മുകളിലേക്ക് വീണു. ആദർശന്റെ നടുവും തല്ലിയാ വീണത്. അങ്ങനെ എന്റെ നെറ്റിലെ പൊട്ട് കവളത്ത് പറ്റിയതായിരിക്കും എന്ന് നയന ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കേട്ടോണ്ട് ദേവ്യാനി ചോദിക്കുകയാണ്, ഓഹോ, അപ്പൊ നീ അവനെ രാവിലെ തള്ളിയിട്ടല്ലേ, അവന്റെ നടുവിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇത്, അവള് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴാണോ ഇടയ്ക്ക് കയറി ഇങ്ങനെ അലമ്പാക്കുന്നത്? ദേവിനി പറയാണ്, നിനക്കതൊക്കെ റൊമാൻസ് ആയിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എന്റെ മോന്റെ നടുവ ഒടിഞ്ഞെന്ന് പറയുന്നുണ്ട്. നടു ഒടിഞ്ഞെങ്കിലേ അത് അവള് തിരുമ്മി കൊടുത്തോളുമെന്ന് മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ വന്നപ്പം വേറെ നിവൃത്തിയില്ലാതെ ദേവിനോടൊന്ന് പതിയെ സ്കൂട്ടാവുന്നുണ്ട്. മോളെ വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണം, അവന്റെ നടുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊന്ന് നോക്കിക്കോണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അലസല് വീണതല്ലേ, മോളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ആ വീഴ്ച മോളെ വീണതെങ്കിലും നല്ല പരിക്ക് പറ്റിയേനെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആദർശ് വരുമ്പോഴേക്കും ദേവയാനി ഓടിച്ചെന്ന് നോക്കിയിട്ട്, മോൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നടുവിനുള്ള വേദനയുണ്ടോ? ഇല്ലമ്മേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ചിലരൊക്കെ ഇവിടെ മോനെ മനഃപൂർവ്വം വീഴ്ത്താൻ നോക്കിയിരിക്കുക, മോൻ അതിലൊന്നും വീഴല്ലേ എന്ന് പറയുന്നുണ്ട്. ശരിക്കും നയന അവളുടെ പ്രണയത്തിൽ വീഴ്ത്തും, അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കലേ എന്നാണ് ദേവേനെ ഉദ്ദേശിക്കുന്നത്. ആദർശനപ്പത്ത് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഞാൻ വീടില്ല, ഇതിപ്പോ അറിയാവുന്ന സ്ലിപ്പായി പോയതാണെന്ന് പറയുമ്പോൾ നയന അവിടെ നിന്ന് ദേവേനെ ഒന്ന് ചുടിപ്പിക്കാണ്ട് പറയാണ്, അതെ, ആദർശൻ ഇങ്ങനെ അറിയാതെ പലതവണ സ്ലിപ്പായിട്ട് വീണിട്ടുണ്ട് അല്ലേ ആദർശേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനിക്ക് അത് കേൾക്കുമ്പോൾ നല്ല സംശയമാണ് കേട്ടോ. ആദർശാണെങ്കിൽ നയനെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്. എന്തിനാ ആദർശേട്ടാ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്, ഞാൻ ഉള്ള കാര്യമില്ലേ പറഞ്ഞത്, എത്ര തവണ ആദർശേട്ട ഇങ്ങനെ സ്ലിപ്പായിട്ട് വീണിരിക്കുന്നു അല്ലേ ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒന്നാക്കിയിട്ട് കയറി പോകുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം അവളുടെ കൂടെ അവൻ ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ രീതിയിലാണ് പറഞ്ഞിട്ട് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ ദേവയാനി ആദർശോടെ മിണ്ടാതെ പോകുമ്പം, അമ്മേ അതൊന്നും ഇല്ല, അവള് ചുമ്മാ പറയുന്നതാ, അവൻ ചുമ്മാ എരിവ് കയറ്റുന്ന എന്നൊക്കെ പറയുമ്പോഴേക്കും മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ദേവയാനി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ആദർശാണെങ്കിലോ, ഈശ്വര, പെണ്ണ് കെട്ടണ്ടായിരുന്നു, ഇതിപ്പം ചെകുത്താനെയും കടലിലെ നടുവിലായ അവസ്ഥയാണല്ലോ എനിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ആദർശ് പറയാണ്, എന്റെ പൊന്നു മോനെ, നീയെങ്കിലും വിവാഹം കഴിക്കാതിരിക്കണേ, അല്ലെങ്കിൽ ഇതുപോലെ ഭാര്യയുടെയും അമ്മയുടെ നടുക്ക് കിടന്ന് നീ ഇക്ഷ എണ്ണ വരയ്ക്കേണ്ടി വരുന്ന പറയുമ്പം അനി പറയാണ്, അതെ, ചേട്ടത്തിയമ്മയെ പോലെ അമ്മയെ പോലെ അല്ല, വല്യമ്മയെ പോലെയല്ല എന്റെ അമ്മ, ഏത് പെണ്ണൊന്ന് കയറിയാലേ ഉണ്ടല്ലോ എന്റെ അമ്മ പൊന്നു പോലെ നോക്കുന്നത് എനിക്ക് ഉറപ്പാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ നയനേട്ടത്തിയെ, ആദർശന്റെ അമ്മയെക്കാളും സ്നേഹിക്കുന്നത് എന്റെ അമ്മ തന്നെയാ, അതുകൊണ്ട് കയറി വരുന്ന പെണ്ണിന് അങ്ങനെ സമാധാനിക്കാം, എന്റെ അമ്മയെ കൊണ്ട് ഒരു ദ്രോഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടുകൊണ്ട് ദേവിനോട് നിൽക്കാണ്. ദേവിനി പാഞ്ഞു വന്നിട്ട്, ഓഹോ, അപ്പൊ നീ പറഞ്ഞ അർത്ഥം എന്താടാ, ഞാൻ ദുഷ്ടിയാണെന്നല്ലേ? അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അയ്യോ വല്യമ്മേ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞല്ല. വല്യമ്മയ്ക്ക് ഇപ്പം നനേച്ചി ഇഷ്ടമാണോ ചോദിക്കുമ്പോഴേക്കും അവളൊന്നും മിണ്ടുന്നില്ല. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, കയറി വന്ന മരുമോളെ ഇഷ്ടമില്ല, പക്ഷെ എന്റെ അമ്മ അങ്ങനെ ആയിരിക്കില്ലെന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇനി അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ, ഇനി ഇവിടെ നിന്നാ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആദർശം നേരെ വീട്ടുമുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ.